PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഡോക്ടർമാരുടെ സംഘടനകൾ ദില്ലി ജന്തർ മന്ദിറിൽ ഡൽഹി മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പ്രതിഷേധത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച് നിയമം കൊണ്ടുവരണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെപ്പറ്റി പഠിക്കാൻ പുതിയ സമിതിയെ നിയമിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നീണ്ട പ്രതിഷേധം നാളെ രാവിലെ 6 മണിവരെ തുടരുന്ന സാഹചര്യത്തിലാണ് ഡൽഹി മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘം ദില്ലി ജന്തർ മന്ദിറിലും പ്രതിഷേധിച്ചത്. ഡോക്ടർമാരുടെ സുരക്ഷ ആവശ്യപ്പെട്ടും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ 100-ലധികം ഡോക്ടർമാരാണ് അണിനിരന്നത്. പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ വിശ്വാസ്യതയും പ്രതിഷേധക്കാർ ചോദ്യം ചെയ്തു. ഇത് സംബന്ധിച്ച് രേഖാമൂലം ഉറപ്പ് ലഭിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ചൂണ്ടിക്കാണിച്ച് IMA പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഡോക്ടർമാർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടെങ്കിലും സമരം ശക്തമാക്കാനാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. അതിനിടെ സംഭവത്തിൽ മമതാ ബാനർജിയെ വിമർശിച്ച് 2012 ദില്ലിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ നിർഭയയുടെ അമ്മ രംഗത്ത് വന്നു. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ മമത പരാജയപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തന്റെ അധികാരം ഉപയോഗിക്കുന്നതിനു പകരം പ്രതിഷേധം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുവെന്നും നിർഭയയുടെ അമ്മ ആശാദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം സംഭവത്തിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ട്രെയിനി ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, ദില്ലി.